വിശ്വാസ ജീവിതം, വിശുദ്ധ ജീവിതം അത് എങ്ങനെ പൂർത്തീകരണത്തിൽ കൊണ്ടുവരാമെന്നാണ് ഈ അധ്യായങ്ങളിൽ കൂടി പൗലോസ് പ്രബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും എഴുതാം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു 12-ാം അധ്യായം എന്ന് പറയുന്നത് ക്രിസ്തീയ ധർമ്മങ്ങൾ നിറഞ്ഞ ഒരു അധ്യായമാണ്. ദൈവവുമായിട്ടുള്ള ക്രിസ്തീയ ധർമ്മം, നമുക്ക് നമ്മളോട് തന്നെയുള്ള ക്രിസ്തീയ ധർമ്മം, പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് മറ്റുള്ളവരോടുള്ള ക്രിസ്തീയ ധർമ്മം. അതിൽ നമ്മൾ ദൈവവുമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ധർമ്മം, ക്രിസ്തീയ ധർമ്മത്തെ നമ്മൾ പാലിക്കേണ്ടത്, നമ്മുടെ ജീവനുള്ള യാഗമായി വിശുദ്ധിയായി നമ്മുടെ അവയവങ്ങളെ ദണ്ഡിപ്പിച്ച് നമ്മൾ എങ്ങനെ കർത്താവിന്റെ വിശുദ്ധിയോടെ ജീവിക്കാം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഈ ആഴ്ച നമ്മൾ കാണുന്നത് വിശുദ്ധ ജീവിതത്തിന്റെ അടുത്തത് നമ്മളോടുള്ള ബന്ധത്തിൽ ടു അസ് ക്രിസ്തീയ ധർമ്മം നമ്മളുമായുള്ള ബന്ധത്തിൽ എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ അതിന്റെ 3 മുതൽ 9 വരെയുള്ള വചനങ്ങൾ, 3 മുതൽ 9 വരെയുള്ള വചനം. ആദ്യത്തെ 1ഉം 2ഉം വചനം ക്രിസ്തുവുമായുള്ള ദൈവവുമായുള്ള ബന്ധത്തിൽ. അടുത്തത് 3 മുതൽ 9 വരെയുള്ള വചനത്തിൽ ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ തന്നെ വലിയ ആളാണെന്നൊക്കെ രക്ഷിക്കപ്പെട്ട് ഇങ്ങോട്ട് വന്ന് ഇച്ചിരി പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനും ഒക്കെ ഒന്നായി കഴിയുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് എന്തോ ആണെന്നൊന്നൊരു പാപം വരും. ആ പാപം ഉണ്ടാകരുത്, ഒരു നിഗളം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇത് പറയുന്നത്. 3-ാം വചനത്തിൽ പറയുന്നു, പാപിക്കേണ്ടതിന് മീതെ എന്ത് ചെയ്യരുത്, പാപിച്ചുയരരുത്. അപ്പോൾ ഒരു സഭ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമായിരിക്കുന്ന ഞാൻ എന്ത് ചെയ്യരുത്, നിഗളം, അഹങ്കാരം ഇവ ഒന്നും നമ്മിൽ വരരുത്. ഞാൻ വലുതാണെന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകമായിട്ട് നോട്ട് എഴുതേണ്ട കാര്യമാണ്. ഇന്ന് ആത്മീക ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അഹങ്കാരം, നിഗളം അല്പം ഉയർന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ വളരെയധികം ശ്രമിക്കണം. പിന്നെ രണ്ടാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ ദൈവത്തിങ്കൽ ഉപയോഗിക്കുവാനായിട്ട് ദൈവം അവിടെ കൃപാവരങ്ങൾ തരുന്നുണ്ട്. അവിടെ 6ഉം 7ഉം വചനങ്ങളിലൊക്കെ നോക്കുമ്പോൾ പ്രവചനം, ശുശ്രൂഷ, ഉപദേശിക്കുന്നവൻ, പ്രബോധിപ്പിക്കുന്നവൻ, ദാനം ചെയ്യുന്നവൻ, ഭരിക്കുന്നവൻ, കരുണ ചെയ്യുന്നവൻ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവം ശുശ്രൂഷയ്ക്കായി തരുന്ന കൃപാവരങ്ങളാണ്. അതെന്തൊക്കെയാണ്? 1, പ്രവചനം. അത് നമ്മൾ എങ്ങനെ ചെയ്യണം? നമ്മുടെ വിശ്വാസത്തിന് ഒത്തവണ്ണം ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നാം ചെയ്യണം. 1 പ്രവചനം, അത് ദൈവത്തോടുള്ള വിശ്വാസത്തിന് ഒത്തവണ്ണം നാം അത് ചെയ്യണം. 2 ശുശ്രൂഷകൾ പലതരത്തിലുണ്ട്. പിന്നെ ദാനധർമ്മം ചെയ്യുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവരെ താങ്ങുന്നതുണ്ട്, സൽപ്രവർത്തികളിൽ കൂടി നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളുണ്ട്, മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ശുശ്രൂഷ എങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് വളരെ മാന്യതയോടെ ചെയ്യണമെന്നാണ് അവിടെ പറയുന്നത്. ഉത്സാഹത്തോടെ നാം ചെയ്യണം. 3-മത് പറയുന്നത് ഉപദേശിക്കുക. 4-മത് പ്രബോധിപ്പിക്കുക. 5-മത് ദാനം ചെയ്യുക. പ്രത്യേകിച്ച് അവിടെ പൗലോസ് പറയുന്നത് ദാനം ചെയ്യുന്ന ഏകാഗ്രതയോടെ. അതെന്താ ഏകാഗ്രതയോടെ? പല ഭാഗങ്ങളിലും നമ്മൾ ദൈവവചനത്തെ കാണാൻ സാധിക്കും. നന്മ ചെയ്യുന്നത് യോഗ്യമായവന് വേണം ചെയ്യാൻ. എല്ലാവർക്കും ചെയ്താൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അപ്പോൾ നമ്മൾ ഏകാഗ്രതയോടെന്ന് പറയുമ്പോൾ നമ്മൾ നല്ലതുപോലെ മറ്റുള്ളവരെ പഠിച്ച് അത് നന്മ ചെയ്യാൻ അവൻ യോഗ്യനാണോ, പ്രാഗൽഭ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വേണം നമ്മൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാൻ. ദാനം ചെയ്യുക. അടുത്തത് ഭരിക്കുന്നവൻ. ഇപ്പൊ ഇവിടെ ഭരിക്കുന്നത് ആരാണ്? ഷാജി പാസ്റ്ററാണ്. ഈ ക്ലാസ്സിനെ, ഈ ശുശ്രൂഷയെ അല്ലെ ഭരിക്കുന്നത് പാസ്റ്ററാണ്. അപ്പൊ ഭരിക്കുന്നത് എങ്ങനെ വേണം? ഉത്സാഹത്തോടെ ആയിരിക്കണം. പാസ്റ്ററിന്റെ ഉത്സാഹമാണ് പലപ്പോഴും നമുക്ക് വഴക്ക് കിട്ടുന്നത്. അപ്പം ഭരിക്കുന്നത്
ഉത്സാഹത്തോടെ. അടുത്തത് കരുണ ചെയ്യുന്നവൻ. ഇതെല്ലാം ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ്. നാം നമ്മളോട് തന്നെ ചെയ്യുന്ന ചില ക്രിസ്തീയ ധർമ്മങ്ങളാണ്. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ നാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ചില നന്മ പ്രവർത്തികളും ശുശ്രൂഷയുടെ ഭാഗങ്ങളുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഒന്നുകൂടെ ഞാൻ പറയാം. പ്രവചനം, 2 ശുശ്രൂഷ, 3 ഉപദേശിക്കുക, 4 പ്രബോധിപ്പിക്കുക, 5 ദാനം ചെയ്യുക, 6 ആത്മീകമായി ഭരിക്കുക, അല്ലെങ്കിൽ ഒരു ഉന്നതമായ ഒരു സ്ഥാനത്തിലിരുന്ന് മറ്റുള്ളവരെ നടത്തുക, പിന്നെ കരുണ ചെയ്യുക. ഇതൊക്കെയും നാം ക്രിസ്തു യേശുവിൽ നമ്മിൽ കൂടി നടക്കുന്ന ധർമ്മങ്ങളാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യണം? സ്നേഹത്തോടെ ചെയ്യണം. അതാണ് 9ാമത്തെ വചനത്തിൽ പറയുന്നത്. സ്നേഹത്തോടെ നമ്മൾ ചെയ്യണം. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, കള്ളത്തരമില്ലാത്ത, പോഷ്കില്ലാത്ത, മായം കലർന്നതായിരിക്കരുത്. എങ്ങനെ ചെയ്യണം? സ്നേഹത്തോടെ നാം ഇതൊക്കെയും ചെയ്യണമെന്ന് അവിടെ പൗലോസ് പറയുന്നു. ഈ പ്രവചനത്തെ കുറിച്ച് ഈ നാളുകളിൽ ആത്മീക ഗോളത്തിൽ വരുന്ന ഒരു വലിയ ഒരു വിഷയമാണ് ഈ പ്രവചനം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ. എന്താണ് പ്രവചനം? 2 പത്രോസ് 1:21 2 പത്രോസ് 1:21 പ്രവചനം എന്ന് പറഞ്ഞൊരു ഹെഡിങ്, ചെറിയൊരു ഹെഡിങ് കൊടുത്തിട്ട് 2 പത്രോസ് 1:21 അവിടെ പറയുന്നത്, 2 പത്രോസ് 1:21 പറയുന്നത് എന്താണ്? പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അപ്പോൾ പരിശുദ്ധാത്മ നിയോഗത്തോടു കൂടെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് പ്രവചനം. പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ ജനത്തിനു വേണ്ടി ദൈവത്തിൽ നിന്നും അരുളപ്പാട് പ്രാപിച്ച് ജനത്തിന് കൊടുക്കുക. ഇതാണ് പ്രവചന ശുശ്രൂഷ. ഒന്നുകൂടെ പറയാം. ദൈവത്തിൽ നിന്നും ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് അരുളപ്പാട് പ്രാപിച്ച് ജനത്തിലേക്ക് കൊടുക്കുക. ഇതാണ് പ്രവചനം. ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്ന സന്ദേശം, ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്ന സന്ദേശം ഇത് പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കണം, പ്രവചനം, നമ്മളോട് ഒരു വ്യക്തി പ്രവചനം പറയുമ്പോൾ അതിൽ ദൈവത്തിൽ നിന്നും പ്രാപിച്ചിട്ടാണോ, ദൈവവചനത്തിന്റെ അനുസരണമാണോ നമ്മളോട് അരുളി ചെയ്യുന്ന ദൂതുകൾ എന്ന് നമ്മൾ വളരെ വിവേചിച്ച് വേണം പ്രവചന ദൂതുകളെ ഒക്കെയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുവാൻ. അടുത്തത് അവിടെ പറയുന്നത് സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. അടുത്ത ഒരു ചെറിയ ഹെഡിങ്, സ്നേഹം. സ്നേഹം, സഹവിശ്വാസികളോട് നാം സ്നേഹമുണ്ടായിരിക്കണം. നമുക്ക് ഒന്ന്, സഹവിശ്വാസികളോട് നമുക്ക് സ്നേഹമുണ്ടായിരിക്കണം. 2, നമ്മുടെ കർത്താവായ ക്രിസ്തുവിനോട് നമുക്ക് സ്നേഹമുണ്ടായിരിക്കണം. 3, ശത്രുക്കളോട് അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നവരോട് നമുക്ക് സ്നേഹം ഉണ്ടാകണം. അടുത്തത് ടു അതേഴ്സ്, മറ്റുള്ളവരോടുള്ള ക്രിസ്തീയ ധർമ്മം. അതാണ് 10 മുതൽ 20 വരെയുള്ള ദൈവവചനത്തിൽ പറയുന്നത്. മറ്റുള്ളവരോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ ക്രിസ്തീയ ധർമ്മങ്ങൾ.
അതിൽ ഒന്ന്, സഹോദര പ്രീതി ഉണ്ടായിരിക്കണം. സഹോദര പ്രീതി. രണ്ട്, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയിൽ ഉത്സാഹത്തോടെ ചെയ്യണം, അപ്പൊ തന്നെ മടുത്തു പോകരുത്. ഉത്സാഹത്തിൽ മടുപ്പുണ്ടാകരുത്. നമ്മൾ ഒരാൾക്ക് ദാനം ചെയ്യുകയാണോ, ആ ഉത്സാഹത്തിൽ നമുക്ക് ഒരിക്കലും മടുപ്പുണ്ടാകരുത്. ബലഹീനരെ താങ്ങുകയാണോ, നമ്മൾ അതിൽ മടുപ്പുണ്ടാകരുത്. അപ്പൊ ഉത്സാഹത്തിൽ മടുപ്പുണ്ടാകരുത്. 3, ആശയിൽ സന്തോഷിക്കണം. ആശയിൽ സന്തോഷിക്കണം. എന്താണ് ആശയിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത്? ആശയിൽ സന്തോഷിക്കുക. എന്താ ആശയിൽ സന്തോഷിക്കുക? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെയാണ് അവിടെ കാണിക്കുന്നത്. അബ്രഹാം എന്ത് ചെയ്തു? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു വിഷയമാണ് തനിക്കൊരു തലമുറ ഉണ്ടാകുക എന്ന് പറയും. പക്ഷേ വാഗ്ദത്തം ചെയ്ത ദൈവം തരുമെന്ന് അബ്രഹാം വിശ്വസിച്ചു, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം പല പ്രാർത്ഥനാ വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയാണ്, അല്ലെ? ഇപ്പോഴും ഉത്തരം കിട്ടാത്ത എത്രയോ പ്രാർത്ഥനകൾ നമുക്കുണ്ട്, പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്കുണ്ട്. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ആ വിഷയങ്ങളുടെ മേലെ ദൈവം നമുക്ക് പ്രവർത്തിക്കുമെന്ന് ഒരു ആശ നമുക്കുണ്ട്, അല്ലെ? അതാണ് വിശ്വാസം, ദൈവത്തോടുള്ള വിശ്വാസം. ആ വിശ്വാസവും ആ പ്രാർത്ഥനാ ജീവിതത്തിലും നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും സന്തോഷിക്കണം. നമ്മൾ ആ ഒരു തലത്തിൽ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്കതിനൊരു പ്രതിഫലമുള്ളൂ. മനസ്സിലായി? അതാണ് ആശയിൽ സന്തോഷിപ്പീൻ. എന്തൊക്കെയോ ദൈവത്തോട് ആശയോടെ ആഗ്രഹത്തോടെ നമ്മൾ ചോദിക്കുന്നുണ്ട്. ദൈവമേ, എന്റെ തലമുറയ്ക്ക് ഇത് ചെയ്തു തരണം, അല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ ശുശ്രൂഷ വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ ഇന്ന സാമ്പത്തിക മണ്ഡലത്തിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇത് നടന്നില്ല എന്ന്, അല്ലെങ്കിൽ ദൈവം ഇതിന് മറുപടി തരുന്നില്ല എന്ന് വരുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? ഒന്ന് നിരാശയുണ്ടാകും, സങ്കടമുണ്ടാകും, ദുഃഖമുണ്ടാകും, പ്രാർത്ഥനയിൽ മടുപ്പ് വരും, അല്ലേ? അപ്പൊ പക്ഷെ പൗലോസ് പറയുന്നത് നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? സന്തോഷമായിരിക്കണം. എന്താണോ നിങ്ങൾ ക്രിസ്തുവിൽ ആശയോടെ കാത്തിരിക്കുന്നത്, അതിനുവേണ്ടി നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. അപ്പം ആശയിൽ സന്തോഷിപ്പീൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെയും വിശ്വാസത്തിന്റെ ഉറപ്പിനെയാണ് അവിടെ പറയുന്നത്. പ്രാർത്ഥനാ ജീവിതത്തെയും വിശ്വാസത്തിന്റെ ഉറപ്പിനെ. 4, കഷ്ടതയിൽ സഹിഷ്ണുതയോടെ ആയിരിക്കണം. കഷ്ടതയിൽ സഹിഷ്ണുതയോടെ ആയിരിക്കണം. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഒക്കെ പറയുന്ന വചനമാണ്. കഷ്ടത സഹിഷ്ണുതയിലേക്ക് വരണം. സഹിഷ്ണുത സിദ്ധത, സിദ്ധതയിലെ എന്ന് പറയുമ്പോൾ ദൈവിക സ്വഭാവത്തിലേക്ക് വരുന്നു. അത് പിന്നെ പ്രത്യാശയിലേക്ക് നമ്മളെ വഴി നടത്തുന്നു. അപ്പം കഷ്ടതയിൽ സഹിഷ്ണുതയോടായിരിക്കണം. 5, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഒരു സഭ എന്ന് പറയുന്ന ഞാൻ, കർത്താവിന്റെ ശരീരമാകിയ സഭയുടെ അവയവമാകിയ ഞാൻ എങ്ങനെ ആയിരിക്കണം? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഇപ്പൊ നമ്മൾ ഓരോ പോയിന്റും എഴുതുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ എന്തായിരിക്കണം? ഞാൻ സഭയാണ്, ഞാൻ കർത്താവിന്റെ ശരീരത്തിലെ അവയവമാണ്. ഇത് ഞാൻ പ്രാവർത്തികമാക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് അനുസരിച്ച് ജീവിക്കേണ്ടത് എൻ്റെ വിശുദ്ധ ജീവിതമാണ് എന്നുള്ള ഉത്ബോധത്തോട് വേണം നാം ഇത് പഠിക്കുവാനും ഇത് എഴുതുവാനും പിന്നത്തേതിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുവാനും. അപ്പൊ 5-മത്തത് പ്രാർത്ഥനയിൽ ഉച്ചിരിക്കണം. 6, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം. എനിക്കെന്താ എന്ന് പറഞ്ഞ് നമ്മൾ പുറംതിരിഞ്ഞു പോകാനുള്ളവരല്ല. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ അഭിഷിക്തന്മാർക്ക് എന്താണ് ആവശ്യം? അവർ ശുശ്രൂഷ ചെയ്യുന്നു, അവർ ദൈവനാമത്തിന് വേണ്ടി പോകുന്നു. അവരുടെ ആവശ്യം എന്താണ്?
അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്നറിഞ്ഞാൽ അതിൽ നമ്മൾ കൂട്ടായ്മ കാണിക്കണം. അപ്പൊ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം. 7, അതിഥി സൽക്കാരം ചെയ്യണം. അതിഥി സൽക്കാരം ചെയ്യണം. എബ്രായർ 13:1-2 വചനത്തിൽ പറയുന്നു, അതിഥി സൽക്കാരം ചെയ്യുന്നതിനാൽ നിങ്ങൾ ചിലപ്പോൾ ദൈവദൂതന്മാർക്കും അവരെയും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടിയും നിങ്ങൾ അതിഥി സൽക്കാരം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം അത് ലോത്തിന്റെ ഭാര്യ, ഉദാഹരണം ലോത്തിന്റെ ഭാര്യയാണ്. അവരുടെ വീട്ടിൽ വന്ന 3 ദൂതന്മാർക്ക് എന്ത് ചെയ്തു? അവരെ സ്വീകരിച്ച് ചെയ്തു. അവർ ദൂതന്മാർക്കാണ് അതിഥി സൽക്കാരം ചെയ്തതും അവർക്ക് ഒരു ദോഷം സംഭവിക്കാതെ വണ്ണം അവരെ സൂക്ഷിക്കുവാനായിട്ട് ശ്രമിച്ചതൊക്കെ. അപ്പോൾ അതിഥി സൽക്കാരം ചെയ്യുക, അഭിഷിക്തന്മാർക്കായാലും അഭിഷിക്തമാർക്കായാലും നമ്മുടെ സഹോദരങ്ങൾക്കായാലും അതിന് യോഗ്യതയുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ സൽക്കരിക്കുകയും നമ്മൾ സ്വീകരിക്കുകയും അവരെ ഏറ്റുകൊള്ളുകയും വേണം. 8ാമത്തെ ഇത് ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കണം. ഇത് ഇച്ചിരി അല്പം പ്രയാസമുള്ള കാര്യമാണ്. ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കണം. എന്നിട്ട് പൗലോസ് അവിടെ എടുത്തു പറയുന്നത് ശപിക്കാതെ അനുഗ്രഹിക്കണം. ശപിക്കാതെ. നമ്മൾ ആദ്യം ചെയ്യുന്നത് ശപിക്കും. പിന്നെ കുറെ കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പൗലോസ് പറഞ്ഞിട്ടുണ്ട്, വേണ്ട, ശരി, ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഇങ്ങനെ പ്രോസസ് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എനിക്ക് എന്തെങ്കിലും ഇച്ചിരി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ അവരങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ തന്നെ ഇങ്ങനെ എനിക്ക് എന്തെല്ലാം അവര് കേൾക്കുന്നില്ല. എന്റെ വീട്ടിൽ ഇരുന്നോണ്ടാണ്, ആരും കേൾക്കുന്നില്ല. കേൾക്കുന്നത് ദൈവം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തൊക്കെ പറയാമോ അതിന്റെ മറുപടി ഫുള്ള് ഞാനിവിടെ കിടന്ന് തകർക്കും. തകർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് വേണ്ടായിരുന്നു, നമ്മൾ സ്നേഹിക്കാനുള്ളതല്ലേ, പിന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ പൗലോസ് ഇവിടെ പറയുന്നത് നിങ്ങൾ ശപിക്കരുത്, പിന്നെ എന്ത് ചെയ്യണം? ശപിക്കാതെ അനുഗ്രഹിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികത്തെ കൊണ്ടുവരുന്ന ഞാനിപ്പോ ഒത്തിരി അതിനെ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഞാനൊരു ശരീരത്തിന്റെ വ്യായാമം പോലെ തന്നെ എന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ വ്യായാമത്തിനകത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന കുറെ നിന്ദകൾ, പരിഹാസങ്ങൾ, നമ്മളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥകൾ, അവഗണിക്കുന്ന അവസ്ഥകളൊക്കെ വരുമ്പോൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയും വന്നിട്ട് ദൈവം വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല എന്നുള്ളത് ഈ ദിവസങ്ങളിൽ ഒരു സുബോധം. നമുക്ക് അന്ന് വചനം അറിയാം, കർത്താവ് പറഞ്ഞിട്ടുണ്ട് ശത്രുക്കളെ സ്നേഹിക്കണമെന്നറിയാം. പക്ഷേ നമ്മൾ ഈ സമയം വരുമ്പോ നമ്മൾ ഇതെല്ലാം അങ്ങ് മറന്നു, അല്ലേ? ആ സമയം, ആ പോയിന്റ് വരുമ്പോ നമ്മൾ അങ്ങ് മറന്നു. സരിത സിസ്റ്ററിനെ ഒന്ന് പറഞ്ഞെന്ന് കേട്ടാൽ ഞാൻ ഉടനെ സരിത സിസ്റ്ററിനെ ഇവിടെ, സിസ്റ്റർ കേൾക്കുന്നില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഞാനങ്ങ് പറയുക. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുകയും അത് ശപിക്കാതെ അനുഗ്രഹിക്കണം. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ നമ്മൾ എന്തുമാത്രം സുബോധത്തോടെ ആയിരിക്കണം. ഇനി ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ വളരെ സുബോധത്തോടെ, പരിശുദ്ധാത്മാവിന്റെ ബോധത്തോടെ ഇരുന്നാൽ മാത്രമേ തക്കന്ന ഈ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് കയറുകയും അവിടെ നമ്മൾ കർത്താവിനെ സ്തോത്രം പറഞ്ഞുകൊണ്ട് ആയിരിക്കാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് ആ ഒരു പോയിന്റ് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭ്യസിക്കണം. അഭ്യസിക്കുവാൻ തുടങ്ങിയാൽ നമുക്ക് അതിന്റെ ഒരു സക്സസിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കും. അടുത്ത 9, സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കണം. സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കണം. അത് ഇച്ചിരിയും പ്രയാസമുള്ള കാര്യമാണ്. ഈ സന്തോഷിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് എന്തുവാ? ഇച്ചിരി അസൂയ, അല്ലേ? സന്തോഷിക്കുന്നവരെ കാണുമ്പോൾ, കരയുന്നവരുടെ ഒരു ദുഃഖം വന്നാൽ നമ്മൾ കരയും. ഒരു വീട്ടിൽ, നമുക്കറിയാവുന്ന വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ വീട്ടിൽ അവിടെ ഒരു ദുഃഖം വന്നാൽ നമ്മളും ദുഃഖിക്കും, നമ്മൾ പോകും, നമ്മൾ അവര് കരയുന്നതിനെയും കാട്ടി കൂടുതൽ കരയും, അതൊക്കെ ചെയ്യും. പക്ഷെ ഒരു വ്യക്തിക്ക് സന്തോഷപ്പെടുന്ന അനുഭവങ്ങൾ, ഒരു നന്മ അവർക്കുണ്ടായി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ അകത്ത് കയറുന്നത് അസൂയയാണ്. അസൂയ വരുമ്പോഴത്തേക്ക് ഒരു ഞരക്കം വരും.
ആ ഞരക്കം പിന്നത്തേതിൽ, ആ സന്തോഷം പിന്നെ വ്യാജമാണ്. അതുകൊണ്ടാണ് പൗലോസ് ആദ്യമേ പറഞ്ഞത് സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുവാനുള്ള നല്ല ഹൃദയം. അപ്പം ഹൃദയത്തിനകത്ത് എന്തുണ്ടായിരിക്കരുത്? അസൂയ, കുശുമ്പ്, ഇതുപോലെ സാധനങ്ങൾ ഉണ്ടാകരുത്. ഉണ്ടായാൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. പക്ഷെ പിന്നെ വേണമെങ്കിൽ നമുക്ക് ചിരിച്ചോണ്ടൊക്കെ ചെന്ന് നിൽക്കാം. ദൈവം കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തെയാണ് കാണുന്നത്. അപ്പം സന്തോഷിക്കുന്നവരുടെ കൂടെ നമ്മൾ സന്തോഷിക്കണം. 10, കരയുന്നവരുടെ കൂടെ കരയണം. അത് നമ്മൾ ചെയ്യും. പിന്നെ ചിലരുണ്ട് കരഞ്ഞ് കാണിച്ചിട്ട് പറയും അല്ലെങ്കിലും അവക്ക് അങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ ഷാജി പാസ്റ്ററിന് അങ്ങനെ തന്നെ വേണം. സ്തോത്രം. എന്നെയും ഷാജി പാസ്റ്ററിനെയും പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. സ്തോത്രം. അപ്പൊ കരയുന്നവരുടെ കൂടെ കരയണം. 11, തമ്മിൽ ഐക്യതയുണ്ടായിരിക്കണം. തമ്മിൽ ഒരു സഭയ്ക്കകത്ത് ആകെ 4 പേരെ കാണത്തുള്ളൂ. പക്ഷെ 4 അഭിപ്രായമാണ്. നടത്തുന്ന ഇടയൻ നല്ല കിടന്ന് വലയാൻ അത്രയും മതി. ആരുടെ വാക്ക് കേൾക്കും? തമ്മിൽ ഐക്യത ഉണ്ടായിരിക്കണം. നമ്മൾ ഇത്രയും പേരിരിക്കുന്നു, ഇതിനകത്ത് നമുക്ക് ഒറ്റ മനസ്സ്, ഐക്യത. അത് 15-ാം അധ്യായത്തിൽ വീണ്ടും പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. തമ്മിൽ ഐക്യത ഉണ്ടായിരിക്കണം. 12, എളിയവരെ ആദരിക്കണം. എളിയവരെ ആദരിക്കണം. 13, നിഗളിക്കരുത്. ഈ നിഗളം എപ്പോഴാ വരുന്നതെന്നറിയാമോ? സ്വാർത്ഥത ഉണ്ടാകുമ്പോൾ. ഞാൻ, എനിക്ക് മാത്രം എന്നൊരു സ്വാർത്ഥത വരുമ്പോൾ അവിടെ നിഗളം താനെ വരും. അപ്പൊ നിഗളിക്കരുതെന്ന് പറഞ്ഞ് എഴുതുമ്പോൾ തന്നെ അതിലൊരു ഹൈഫൻ ഇട്ടിട്ട് സ്വാർത്ഥത ഉണ്ടാകരുത്. 14, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. 15, കർത്താവിന്റെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും ഒരുപോലെ യോഗ്യരായിരിക്കണം. നമ്മള് ശമൂവേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താ പറയുന്നത്? മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന്റെ മുൻപിലും അവൻ കൃപ ലഭിച്ചു. കർത്താവിനെ കുറിച്ചും അങ്ങനെ പറയുന്നുണ്ട്. മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന്റെ മുൻപിലും കൃപ ലഭിച്ചവര്. അപ്പോൾ ഒരു യോഗ്യത, നമ്മൾ പറയുമോ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ എല്ലാം കറക്റ്റാ, ഇപ്പൊ മനുഷ്യരുടെ മുമ്പിൽ എനിക്കിപ്പൊ ഇതൊന്നും വെളിപ്പെടുത്തി നടത്തേണ്ട ആവശ്യമില്ല. നോ, മനുഷ്യരുടെ മുമ്പിലും നമ്മൾ സാക്ഷിയുള്ളവരായി, യോഗ്യതയുള്ളവരായിരിക്കണം. അപ്പം ദൈവത്തിന്റെ മുൻപിലും മനുഷ്യരുടെ മുമ്പിലും നമ്മൾ യോഗ്യതയുള്ളവരായി, സാക്ഷിയുള്ളവരായി ജീവിക്കണം. 16, എല്ലാവരോടും സമാധാനമായിരിക്കണം. അതും ഇച്ചിരി പ്രയാസം. ഇതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല, സത്യം പറഞ്ഞു. സമാധാനമായിരിക്കണം. 17, നന്മ ചെയ്ത് തിന്മയെ ജയിക്കണം. ആ ഒരു കൃപ നമുക്ക് ലഭിച്ചാൽ നമ്മൾ ജയിച്ചു. നന്മ ചെയ്ത് തിന്മയെ ജയിക്കണം. തിന്മ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നവർക്ക്, ശത്രുക്കളായവർക്ക് ഒരു നന്മ ചെയ്യാൻ നമുക്ക് പറ്റുന്നെങ്കിൽ നമ്മൾ ആരാണ്? ശരിയായ ഒരു ദൈവ പൈതലാണ്. അത് പക്ഷെ പെട്ടെന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നമുക്ക് ഈ ക്ലാസ്സിന്റെ ഇന്നു മുതൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നന്മ ചെയ്ത് തിന്മ ചെയ്യിക്കണം. ഇത്രയും കാര്യങ്ങളാണ് 12-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമുക്ക്
പറയുന്നത്. മൂന്നിത്, ഒന്ന് ദൈവവുമായുള്ള ബന്ധത്തിൽ, ഒന്ന് നമ്മളോട് തന്നെ, ഒന്ന് മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലുള്ള നമ്മുടെ ക്രിസ്തീയ ധർമ്മങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത്. അടുത്തത് ചാപ്റ്റർ 13-ാം അധ്യായം. അധികാരങ്ങളുടെ മുമ്പാകെയുള്ള വിധേയത്വം. ഹെഡിങ് ഈ അധ്യായം പഠിപ്പിക്കുന്നത് ചാപ്റ്റർ 13 അധികാരങ്ങളുടെ മുമ്പാകെയുള്ള വിധേയത്വം. ഈ അധ്യായത്തിൽ പൗലോസ് പറയുന്നത് സകല അധികാരങ്ങളും ദൈവത്തിൽ നിന്നും വരും. ദൈവത്തിൽ നിന്നും വരുന്നു. രണ്ട് അധികാരങ്ങളുണ്ട്. ഒന്ന് ഈ ലൗകിക ഭൗമികമായ ലോകപ്രകാരമായുള്ള അധികാരങ്ങൾ, അതായത് പൊളിറ്റിക്സ്, മന്ത്രിമാർ, മന്ത്രിസഭ, നാടിന്റെ കോടതി നിയമങ്ങൾ, ഇതെല്ലാം വന്നിട്ട് അധികാരങ്ങൾക്ക് ഉൾപ്പെട്ടതാണ്. ഇത് അനുസരിക്കേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയാണ്. പക്ഷേ ക്രിസ്തു യേശുവിൽ ലോകപ്രകാരമായിട്ടുള്ളത് എല്ലാ നിയമങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തു യേശുവിൽ നാം അത് അനുസരിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നാൽ നമുക്കത് അനുസരിക്കാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തിന് വിരോധമായി വരുന്ന കാര്യങ്ങൾ നമുക്ക് അനുസരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തില് പത്രോസിനെയും യോഹന്നാനെയും പിടിച്ചു നിർത്തി അടിക്കാനൊക്കെ ഭാവിക്കുമ്പോൾ, ഇനി മേലാൽ എന്ത് ചെയ്യരുത്? നിങ്ങൾ യേശുവിന്റെ നാമം പറയരുത്. അവരോട് അധികാരികൾ ആവശ്യപ്പെട്ടത് അതാണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇനി ഈ നാമം പറയരുത്. അവരെന്ത് പറഞ്ഞു? മനുഷ്യനെ അനുസരിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ദൈവത്തെ അനുസരിക്കുന്നത് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ അവൾ വളരെ ധൈര്യത്തോടെ നിന്നു. അവിടെയാണ് ഗമാലിയേൽ വന്ന് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ ലോകപ്രകാരമായ അധികാരങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ മനുഷ്യരാൽ നിയമിക്കപ്പെട്ട നിയമങ്ങളുണ്ട്. അത് നമ്മൾ അനുസരിക്കേണ്ടതാണ്. വളരെ മാന്യതയോടെ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മൾ ഒന്നിനും തർക്കിക്കാനോ ഒന്നിനും പോരുത്. പക്ഷേ എല്ലാം നമ്മുടെ ആത്മീക ജീവിതം അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാകിയ സഭയുടെ അംഗമായിരിക്കുന്ന നാം സഭ. അവിടെയും നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ആരാണ്? കർത്താവിന്റെ സഭയാം മണവാട്ടി. നാം ഇവിടെ കീഴ്പ്പടിഞ്ഞ് ഇരിക്കുക തന്നെ വേണം. പക്ഷേ നമ്മുടെ ആത്മീക ജീവിതത്തിന് വിരോധമായി അല്ലെങ്കിൽ വചനത്തിന് വിരോധമായി ഒന്നും നമ്മൾ പ്രവർത്തിക്കരുത്. അവിടെ നമ്മൾ ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അത് കീഴടങ്ങിയിരിക്കണം. രണ്ടാമതുള്ള അധികാരം എന്ന് പറയുന്നത് ആത്മീക അധികാരം. ശ്രേഷ്ഠ അധികാരം എന്ന് പറയുമ്പോൾ ആത്മീക അധികാരം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആത്മീക അധികാരം. ഈ അധികാരം എന്ന് പറയുന്നത് സഭയിലെ ശുശ്രൂഷകൻ, നമ്മുടെ ഇടയൻ, സഭയ്ക്കകത്ത് അധികാരങ്ങളിൽ എന്തൊക്കെ അധികാരങ്ങളാണുള്ളത്? ഇടയൻ, അപ്പോസ്തലൻ, ഉപദേഷ്ടാവ്, പ്രവാചകൻ, സുവിശേഷകൻ. ഈ 5 തരത്തിലുള്ള ശുശ്രൂഷകളാണ് സഭയ്ക്കകത്തുള്ളത്. ഇത് അധികാരമാണ്. ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവം കൊടുത്ത അധികാരമാണ്. എന്താ അധികാരം? പ്രവാചകൻ പോയി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് എന്റെ വിഷയത്തിന് വേണ്ടി ഇടുവിലിരുന്ന് ദൈവത്തിൽ നിന്ന് അരുളപ്പാട് പ്രാപിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ്. സുവിശേഷകൻ കറതീരാതെ ദൈവത്തിന്റെ രക്ഷയെ കുറിച്ച് വിളിച്ചു പറയുന്നവൻ, അധികാരിയാണ്. ഇടയൻ സഭ നടത്തുന്നു, നമ്മളെ നടത്തി ചെല്ലുന്നു. നമുക്ക് എന്താ വേണ്ടിയത്? ആത്മീകമായിട്ടുള്ള കുറവുകൾ തീർത്ത് നമ്മളെ ക്രിസ്തുവിൽ വഴി നടത്തുന്നു, ശാസിച്ചും നമുക്ക് വേണ്ടുന്ന പ്രബോധനങ്ങൾ തന്നും. ഉപദേഷ്ടാവ് നമ്മളെ ഉപദേശിക്കുന്നു, നമ്മളെ നൽവഴി. അപ്പൊ ഇതെല്ലാം സഭയിൽ ദൈവം ശുശ്രൂഷയിൽ അധികാരമായി നിർത്തിയിരിക്കുന്നവരാണ്. ഇവരെ നമ്മൾ കീഴടങ്ങി തന്നെ ആകണം. അല്ലാതെ നമ്മള് വാസു പറയാൻ എന്തുവാ, ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരും, ഞങ്ങൾക്ക് ഇഷ്ടം ഇല്ലെങ്കിൽ ഞങ്ങൾ വരില്ല, പരീക്ഷ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതും,
നോട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ സബ്മിറ്റ് ചെയ്യും. എനിക്ക് ഇതുവരെയും അസൈൻമെന്റ് ഒന്നും വന്നില്ല. അപ്പം ഇതൊക്കെയും വന്നിട്ട് എന്താണ്, നമ്മൾ കീഴടങ്ങിയിരിക്കണം. ഒരു സഭയ്ക്കകത്ത് സഭയാ മണവാട്ടിയാണെങ്കിലും നമ്മളെ വഴി നടത്താൻ ദൈവം ആക്കി വെച്ചിരിക്കുന്ന അധികാരങ്ങളാണ് ഇവരൊക്കെ. അവർക്ക് നമ്മൾ കീഴടങ്ങി തന്നെ പോകണം. അത് ആ 13-ാം അധ്യായത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫില് വളരെ ശക്തമായിട്ട് ഇത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. നികുതി കൊടുക്കണോ? നികുതി കൊടുക്കണം. ഞങ്ങൾ സ്വർഗത്തിൽ പോകാനിരിക്കുകയാണ്, ഇവിടെ ഞങ്ങൾ പരദേശികളാണ്, ഞങ്ങളുടെ പൗരത്വം ഇവിടെ അല്ല എന്നും പറഞ്ഞ് നമ്മൾ വചനവും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന പിഴ കൽപ്പിച്ച് ഇങ്ങോട്ട് വിടും. അപ്പോ ലോകപ്രകാരമായുള്ള നിയമങ്ങൾ നമ്മൾ, അത് കർത്താവും എന്ത് ചെയ്തു? നികുതി അടച്ചത് നമുക്കറിയാം. പത്രോസിനോട് പറയുന്ന എന്താണ്? ചതുദ്രമ പണം. മീനിനെ പോയി ചൂണ്ടയിട്ട് പിടിക്കുമ്പോ അതിന്റെ വയറ്റിൽ ചതുദ്രമ ഉണ്ട്, അത് എനിക്കും നിനക്കും നികുതി അടയ്ക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ലോകത്തിൽ, അതവിടെ നല്ലതുപോലെ 7-ാം വചനത്തിൽ പറയുന്നു, നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം നമ്മൾ ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കണം. അവൻ ചിലപ്പം പിശാചായിരിക്കാം, എങ്കിലും മാനുഷിക നിലയിൽ നമ്മളുടെ ഒരു അധികാരത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ അവനെ റെസ്പെക്ട് ചെയ്ത് തന്നെ ആകണം. ഞാൻ ദൈവ പൈതലാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ റെസ്പെക്ട് ചെയ്യില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടത് വളരെ മാന്യമായി ചെയ്യണം. അത് അടുത്ത ആ 10-ാം വചനത്തിൽ ഒരു പോയിന്റ് പറയുന്നുണ്ട് സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല, ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവർത്തി തന്നെ. നമ്മൾ ന്യായപ്രമാണം പഠിച്ചു അല്ലേ? പക്ഷെ ന്യായപ്രമാണം എന്ത് ചെയ്യാൻ പറ്റിയില്ല? മനുഷ്യൻ നിവർത്തീകരിക്കാൻ പറ്റിയില്ല. കർത്താവ് അതിനെ വന്ന് ന്യായപ്രമാണം ക്രൂശിൽ നിവർത്തീകരിച്ചു. പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ന്യായപ്രമാണത്തെ ദൈവം മാറ്റി നമുക്ക് ആത്മാവിന്റെ പ്രമാണം തന്നെങ്കിലും ഈ ആത്മാവിന്റെ പ്രമാണത്തിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ന്യായപ്രമാണത്തെ നമ്മൾ നിവർത്തിക്കണം. ഞങ്ങൾക്ക് ന്യായപ്രമാണം നിവർത്തിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഇല്ല പരീക്ഷ ഇല്ലാതാകുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. ഇപ്പൊ നാളെ പാസ്റ്റർ വിളിച്ച് പറയുകയാണ്, ഇപ്രാവശ്യത്തെ സെമസ്റ്ററിൽ നമുക്ക് ഇതില്ല, എക്സാം ഇല്ല എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളെല്ലാവരും പാസ്റ്റർ തലയാട്ടുന്നുണ്ടോ? ഒക്കെ എല്ലാരും വന്നിട്ട് നല്ലതുപോലെ പഠിച്ചു റോമർക്ക് എഴുതിയ ലേഖനം നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ മനസ്സിലായി, അതുകൊണ്ട് നിങ്ങളെ ഇനി പരീക്ഷ എഴുതിപ്പിക്കുന്നില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം ഞാനങ്ങ് ഫുൾ മാർക്ക് ഇട്ട് തരിക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലേ. എന്നതുപോലെയാണ് നമ്മൾ ന്യായപ്രമാണത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ന്യായപ്രമാണം നമ്മൾ തിരിഞ്ഞു നോക്കണ്ട, നമുക്ക് യേശുവിനെ അങ്ങ് അനുസരിച്ച് ഇങ്ങനെ കയ്യും കൊട്ടി പാട്ടും പാടി ഇങ്ങനെ പോയാൽ മതി. നോ, അതിനകത്ത് അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും കടംപെട്ടിരിക്കരുത് എന്ന് പറഞ്ഞു. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്. ഇതൊക്കെ ന്യായപ്രമാണത്തിൽ കൊടുത്ത കൽപ്പനകളാണ്. ഇതൊന്നും മനുഷ്യന് അംഗീകരിക്കാനോ അനുസരിക്കുവാനോ പറ്റിയില്ല. അതുകൊണ്ടാണ് കർത്താവ് ഈ ലോകത്തിൽ വന്നിട്ട് വിശ്വാസത്തിന്റെ മാർഗം നമുക്ക് കാണിച്ചു തന്നത്. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ ഇതൊക്കെയും വന്നിട്ട് നിങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങളെ എന്റെ പൈതലായി. പക്ഷെ അവിടെ നമ്മൾ ഇതെല്ലാം നിവർത്തിക്കണം. മോഷ്ടിക്കാൻ പാടുണ്ടോ? സഭയാ മണവാട്ടി മോഷ്ടിക്കാമോ? സഭയാ മണവാട്ടി വ്യഭിചാരം ചെയ്യാമോ? സഭയാ മണവാട്ടി കൂട്ടുകാരന് ദോഷം ചെയ്യാമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ, ദൈവകൃപയിൽ നിറഞ്ഞ ആ സ്നേഹത്തിൽ നമ്മൾ ഇത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യാണ്? നിവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ന്യായപ്രമാണം നിവർത്തിക്കുവാൻ സാധിക്കുമോ? സാധിക്കും. എങ്ങനെ? കർത്താവായ യേശു ക്രിസ്തുവിനാൽ നമ്മുടെ അകത്ത് ഊറ്റപ്പെട്ട സ്നേഹത്തിന്റെ പ്രമാണത്താൽ. എഴുതിക്കോ, അതൊരു പ്രധാന റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 10-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് എന്താണ്? ന്യായപ്രമാണം സ്നേഹത്തിന്റെ പ്രവൃത്തിയാൽ നാം നിവർത്തീകരിക്കുന്നു. ഈ അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യം, നാം ചെയ്യേണ്ടത്, നാം നിവർത്തീകരിക്കേണ്ട 2 കാര്യം. ഒന്ന്, ആത്മീകമായും ലൗകികമായുമുള്ള അധികാരങ്ങളോടുള്ള അനുസരണം. ആത്മീകമായും
ലൗകികമായി ലോകപ്രകാരമായുള്ള അധികാരങ്ങളോടുള്ള അനുസരണം. 2, സ്നേഹത്താലുള്ള ന്യായപ്രമാണ നിവർത്തീകരണം. സ്നേഹത്താലുള്ള ന്യായപ്രമാണ നിവർത്തീകരണം. അടുത്തത് ഇവിടെ പറയുന്നുണ്ട്, ദൈവം ന്യായാധിപതിയായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഭയത്തോടെ വേണം. നമ്മളെ ന്യായം തീർക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മൾ ബോധത്തോടെ നമ്മളത് മനസ്സിലാക്കി വേണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ. അടുത്തത് വന്നിട്ട് ഇവിടെ പറയുന്നത് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കണം. അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ ഈ ന്യായപ്രമാണത്തിന്റെ നിവർത്തീകരണമൊക്കെയും നമ്മളിൽ വന്നിരിക്കുന്നത് 11-ാം വചനത്തിൽ പറയുന്നു, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൻ തന്നെ. സമയം നമ്മൾ അറിയണം. നമ്മളിങ്ങനെ കൃപായുഗം ഇങ്ങനെ പോകുകയാണെന്ന് പറഞ്ഞിരിക്കാനല്ല, കർത്താവിന്റെ വരവിന് സമയമായി. നമ്മൾ സമയം, ഒരു ദൈവ പൈതൽ, ഒരു സഭയാം മണവാട്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ സമയം അറിഞ്ഞിരിക്കണം. അത് ആ സമയം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഈ രീതിയിൽ ക്രമീകരിക്കാൻ. 12-ാം അധ്യായത്തിലും ഈ 13-ാം അധ്യായത്തിലും തുടർന്നുള്ള അധ്യായങ്ങളിൽ പറയുന്ന പ്രബോധനങ്ങളെ നമുക്ക് അനുസരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സാധിക്കും. അപ്പം സമയത്തെ അറിയുന്ന ഒരു അനുഭവം നമ്മൾ യെരമ്യാ പ്രവാചകങ്ങളിൽ വാദിക്കുന്നില്ല, കാവൽക്കാര രാത്രി എന്തായി. അപ്പൊ രാത്രി കഴിഞ്ഞു, പ്രഭാതം വരാറായി. കർത്താവിന്റെ വരവ്, പ്രഭാതം വരാറായി എന്ന് പറയുമ്പോൾ കർത്താവിന്റെ വരവിനെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. നമ്മളിപ്പോ നിൽക്കുന്നത് കൃപായുഗത്തിൽ, പരിശുദ്ധാത്മയുഗത്തിൽ. എഴുതിക്കോളൂ, നമ്മൾ ആയിരിക്കുന്നത് കൃപായുഗം അല്ലെങ്കിൽ പരിശുദ്ധാത്മയുഗത്തിലാണ്. ഇതിന് സമയം വെച്ചിട്ടില്ല. ഇതിനു മുൻപേയുള്ള യുഗങ്ങൾക്കെല്ലാം 7, 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞ് സമയം കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൃപായുഗത്തിന്, രക്ഷയുടെ ഈ കാലഘട്ടത്തിന് സമയം ക്ലിപ്തമല്ല. പക്ഷേ സഭയാം മണവാട്ടി സമയം അറിഞ്ഞിരിക്കണം. സഭയാം മണവാട്ടി സമയം അറിഞ്ഞിരിക്കണം. മണവാളന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള സമയം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇരുട്ടിന്റെ പ്രവർത്തികളെ എന്ത് ചെയ്യണം? വെച്ചു കളയണം. ഇരുട്ടിന്റെ പ്രവർത്തികൾ എന്തൊക്കെയാണ്? ഇരുട്ടിന്റെ പ്രവർത്തികൾ അവിടെ ചില കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട് പൗലോസ് അപ്പോസ്തലൻ. മര്യാദകേട്, മര്യാദയില്ലാതെ ജീവിക്കുക. മര്യാദകേട് ഇരുട്ടിന്റെ പ്രവർത്തികളാണ്. മര്യാദകേട് നമ്മൾ പറയത്തില്ലേ, മര്യാദയില്ലാതെ സംസാരിക്കരുത്. പെട്ടെന്ന് മര്യാദയില്ലാതെ സംസാരിക്കും, മര്യാദയില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്നൊക്കെ പറയത്തില്ല. അത് മര്യാദകേട്. 2, വെറിക്കൂത്ത്. വെറിക്കൂത്ത് ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമേ ഇല്ല. നടക്കുന്നത് മൊത്തവും വെറിക്കൂത്ത് തന്നെയാണ്. മദ്യപാനം. 4, ശയനമോഹം. യുവജനങ്ങളൊക്കെയും നശിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഇരുട്ടിന്റെ പ്രവൃത്തികൾ നിമിത്തമാണ്. ശയനമോഹം, ദുഷ്കാമം, അവിഹിത ബന്ധങ്ങളാണ് ദുഷ്കാമം. പിന്നെ നമ്മൾ ഒത്തിരി പാവമൊന്നും അല്ലെന്ന് വിചാരിക്കുന്ന 2 കാര്യമാണ് പിണക്കവും അസൂയയും. അതൊന്നും വലിയ പാവമല്ല എന്ന് നമ്മള് പറഞ്ഞ് നമ്മളെ തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന 2 കാര്യമാണ്. അത് വലിയ അശുദ്ധിയാണോ തങ്കമാൻറ്റി? പിണക്കവും അസൂയയൊക്കെ
നമ്മൾ ആരും നമുക്കൊരു പിണക്കം ഉണ്ടായെന്നേ ഉള്ളൂ, അതാരും അറിയുന്നില്ല. കാണുമ്പോ മുഖം തിരിച്ചോണ്ട് പോവും, ഒരു വെട്ടൽ, അത്രയേ ഉള്ളൂ. വലിയ ഇരുട്ടിന്റെ പ്രവൃത്തിയാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല, പക്ഷെ അതെന്താണ്? ഇരുട്ടിന്റെ പ്രവൃത്തിയാണ്. പിണക്കം, അസൂയ, ഇത്രയും സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? വെച്ചിട്ട് നമ്മുടെ ജഡത്തിൽ ഇതിനൊന്നിനും നമ്മൾ ഇടം കൊടുക്കാതെ വെച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്? വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളണം. എന്താ വെളിച്ചത്തിന്റെ ആയുധവർഗം? എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വചനം. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അപ്പൊ എന്താണ് വെളിച്ചത്തിന്റെ ആയുധവർഗം? സകല സൽഗുണം. സകല സൽഗുണം. ഇതിനകത്ത് നമ്മൾ ഈ 12-ാം അധ്യായത്തിൽ 1, 2, 3 എഴുതി വെച്ച എല്ലാം ഉണ്ട്. സകല സൽഗുണം, പിന്നെ നീതി, സത്യം, ഇത് മൂന്നുമാണ് വെളിച്ചത്തിന്റെ ആയുധം. രണ്ടാമത് വെളിച്ചത്തിന്റെ ആയുധം നമുക്ക് പറഞ്ഞാൽ ദൈവവചനം. ദൈവവചനം ഇരുവായ്ത്തലയുള്ള വാൾ. ദൈവവചനം വാളാണ് ദൈവത്തിന്റെ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ധരിച്ചു കൊള്ളണം, ധരിക്കണം. എഴുതിക്കൊള്ളും, ധരിക്കുക. 14-ാം വചനത്തിലും പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുവീൻ. അപ്പൊ ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ക്രിസ്തുവുമായുള്ള നല്ല ഒരു മണവാട്ടിയായി നാം തീരുകയാണ്. ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളുക. ധരിക്കുക എന്നുള്ളതിന് ഒരു ചെറിയ ഒരു നോട്ട് എഴുതിക്കോ. ധരിക്കുക എന്ന് പറയുമ്പോൾ ഒരു മാതൃകാ ജീവിതം ആണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, യേശുവിനെ എപ്പോഴൊക്കെയാണ് നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന്, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച്, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപമോചനത്തിന്റെ ഉറപ്പ് പ്രാപിക്കുമ്പോൾ. ക്ലാസ് തീരുന്ന ഈ അവസരത്തിൽ ഒന്നുകൂടെ ഞാൻ ചോദിക്കുക, അങ്ങനെ ഒരു ഉറപ്പ് എല്ലാവർക്കും ഉണ്ടോ? ക്ലാസ് ആണെങ്കിലും ഇടയ്ക്കൊരു ഓൾട്ടർ കോൾ, ഒരു കൺവെൻഷൻ പോലെ. ആ ഒരു ഉറപ്പ് എല്ലാവർക്കും ഉണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി ഞാൻ സ്വീകരിച്ചു, എനിക്ക് പാപമോചനം കിട്ടി എന്നുള്ള ഉറപ്പ്. സ്തോത്രം. അങ്കമാന്റെ കൈപൊക്കി. സ്തോത്രം. അപ്പൊ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപമോചനത്തിന്റെ ഉറപ്പ് പ്രാപിക്കുമ്പോൾ നാം യേശുവിനെ ധരിച്ചു കൊള്ളുന്നു. എഴുതിയോ? നാം യേശുവിനെ ധരിച്ചു കൊള്ളുന്നു. 2, കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോട് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോട് നാം ഏകീഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏകീഭവിക്കുന്നതിന് ജലത്തിൽ സ്നാനമേൽക്കുമ്പോൾ നാം യേശുക്രിസ്തുവിനെ ധരിച്ചു കൊള്ളുന്നു. ഒന്നുകൂടെ പറയാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന സ്നാനമേൽക്കുമ്പോൾ നാം കർത്താവായ യേശുക്രിസ്തുവിനെ ധരിച്ചു കൊള്ളുന്നു. 3, നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ്, നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് മാതൃകയായി ജീവിക്കുമ്പോൾ നാം ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളുന്നു.
4. യേശു കർത്താവിനെ ധ്യാനിച്ച് ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ ഉണ്ടാകുമ്പോൾ നാം ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളുന്നു. ഫിലിപ്പിയറില് പൗലോസ് പറയുന്നില്ലേ, ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ. ക്രിസ്തുവിന്റെ ഭാവം എന്താണ്? അനുസരണമാണ്. പിതാവായ ദൈവത്തിനെ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി. അപ്പൊ താഴ്ത്തി വിനയമുള്ളവനായി, അനുസരണമുള്ളവനായി, പിതാവ് പറഞ്ഞതെല്ലാം അനുസരിച്ചു. അതാണ് ഭാവം. അപ്പൊ യേശു കർത്താവിനെ ധ്യാനിച്ച് അവന്റെ സ്വഭാവത്തിൽ നാം ജീവിക്കുമ്പോൾ യേശു കർത്താവിനെ നാം ധരിച്ചു കൊള്ളുന്നു. 5. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ. ഇത്രയും കാര്യങ്ങളാണ് 13-ാമത്തെ അധ്യായത്തിൽ നമ്മളോട് പൗലോസ് പറയുന്ന. ഒരു സഭയാ മണവാട്ടി ഈ രീതിയിൽ ആയിരിക്കണം, കർത്താവിനെ ധരിച്ചുകൊണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നാം കർത്താവ് ചെയ്തതുപോലെ തന്നെ എല്ലാ അധികാരങ്ങൾക്കും കീഴ്പ്പെട്ട് നാം ആയിരിക്കും. അടുത്തത് ചാപ്റ്റർ 14. അതിന്റെ ഹെഡിങ് സംശയ വിചാരങ്ങളോടുള്ള സുതാര്യമായ നിലപാടുകൾ. സുതാര്യമായ നിലപാടുകൾ. അല്ലെങ്കിൽ സഭയ്ക്കകത്ത് ചില വിവാദ വിഷയങ്ങൾ ഉണ്ടാകും. അതിനെ ദൈവകൃപയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സംശയ വിചാരങ്ങളോടുള്ള സുതാര്യമായ നിലപാടുകൾ. ഇവിടെ 1-ാം വചനത്തിൽ തന്നെ പറയുന്നു, സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനരായവരെ ചേർത്തുകൊള്ളേൻ. അപ്പൊ സഭയ്ക്കകത്ത് ചിലർ വന്നിട്ട് പറയും, ഇവിടെ പ്രത്യേകം അവിടെ എടുത്തു പറയുന്നുണ്ട്, എന്താണ്, ശബത്തിനെ കുറിച്ചുള്ള സംശയങ്ങൾ ജനത്തിന്, പിന്നെ വിഗ്രഹാർപ്പിതങ്ങൾ ഭക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ ഉത്സവങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ. അപ്പൊ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്ക് ഒറ്റ ഉത്സവേ ഉള്ളൂ, ഉയർപ്പിന്റെ ഉത്സവം. കണ്ട, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ഒരു ഉത്സവമാണ് നമ്മുടെ ഉത്സവം, ജയോത്സവം. അവൻ എന്ത് ചെയ്തു? ക്രൂശിൽ കൊണ്ടാടി. അപ്പൊ ആ ഒരു രക്ഷയുടെ ജയോത്സവമാണ് നമുക്കുള്ളത്. ശബത്ത് എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ 7-ാം ദിവസത്തെ ശബത്ത് ആചരിക്കണം പറയുമ്പോൾ, പുതിയ നിയമത്തിൽ വരുമ്പോൾ ഉയർപ്പിന്റെ ദിവസമാണ് നമ്മുടെ കർത്തൃ ദിവസം. ഉത്സവങ്ങൾ എഴുതിക്കോ. ഉത്സവങ്ങൾ, ശബത്ത്, ഭക്ഷണകാര്യങ്ങൾ, ഇവയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ സംശയങ്ങളും വിവാദങ്ങളും സഭയിൽ, ആദിമസഭയിൽ ഉയർന്നിട്ടുണ്ട്. ശബത്തിനെ കുറിച്ചുള്ള കൽപ്പന പുതിയ നിയമത്തിൽ പറയുന്നില്ല. പറയുന്നുണ്ടല്ലോ, പലയിടത്തും അത്ഭുതങ്ങൾ ചെയ്തിട്ട് ഞാൻ ശബത്തിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നുണ്ട്. ഉയർപ്പിന്റെ ദിവസത്തെ കർത്തൃദിവസമായി വീണ്ടെടുക്കപ്പെട്ട ജനം ആരാധനയ്ക്കായി വേർതിരിച്ചിരിക്കുന്നു. പക്ഷെ പൗലോസ് പറയുന്നത്, സഭയ്ക്കകത്ത് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉള്ളവരും ഇതിനെക്കുറിച്ച് വിവാദങ്ങൾ ഉയരാം. പക്ഷെ നാം എങ്ങനെ ആയിരിക്കണം, സഭയാ മണവാട്ടി ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അടുത്തത് എഴുതിക്കോളൂ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ
ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വ്യത്യസ്തമായി ഉയർന്നാലും തമ്മിൽ വിരോധിക്കാതെ, അതാണ് പ്രാധാന്യം. അവിടെ കൊണ്ടിട്ട് നമ്മുടെ വിശുദ്ധി ഒന്നും കളയരുത്. തമ്മിൽ വിരോധിക്കാതെ സ്നേഹത്തോടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രബോധിപ്പിക്കുകയും വഴി നടത്തേണ്ടതും ആവശ്യമാണ്. കാരണം എന്റെ 10-ാമത്തെ വചനത്തിൽ പറയുന്നു, എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. നമ്മള് ശബത്ത് പറയുന്നവരെയും ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെയും ഇനി അടുത്ത ആഴ്ച തൊട്ട് നീ ഇവിടെ വരണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കല്ല വേണ്ടിയത്. അവരെ എന്ത് ചെയ്യണം? സ്നേഹത്തോടെ അവർക്ക് വചനത്തെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവരെ വഴി നടത്തണം. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ അത് നമ്മൾ ചെയ്യണം. കാരണം നമ്മളെല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞാൽ, ജീവിച്ചാലും മരിച്ചാലും യേശുവിന് വേണ്ടി ആകുന്നു എന്ന ബോധത്തോട് വേണം നാം ജീവിക്കുവാൻ. സഭ നടത്തുന്ന അഭിഷിക്തന്മാരായാലും, സഭയിൽ അധികാരത്തോടെ ശുശ്രൂഷ ചെയ്യുന്നവരായാലും, സഭയിൽ കടന്നു വരുന്ന നാം ജനങ്ങളായാലും ഒറ്റ ചിന്ത എന്തായിരിക്കണം? ജീവിച്ചാലും മരിച്ചാലും യേശുവിന് വേണ്ടിയാകുന്നു എന്ന ബോധത്തോട് വേണം നാം ജീവിക്കുവാൻ. ന്യായവിധി ദൈവമക്കൾക്കും ഉണ്ട്. എല്ലാ തിന്മയ്ക്കും നാം കണക്ക് കൊടുക്കണം. എല്ലാ നന്മയ്ക്കും പ്രതിഫലമുണ്ട്. ദൈവമക്കൾ തമ്മിൽ കുറ്റം പറയുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. തമ്മിൽ സ്നേഹം വർദ്ധിക്കണമെന്നാണ് ദൈവത്തിന്റെ താല്പര്യം. അധ്യായങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം കേട്ടോ. ഈ നോട്ട് വെച്ചിട്ട് ഈ അധ്യായങ്ങൾ ഇത് എഴുതിയിരിക്കുന്നതാണ് ഞാൻ ഇതിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ദൈവത്തിന്റെ താല്പര്യം. നാം ദൈവത്തിന്റെ മക്കളാകുമ്പോൾ ദൈവരാജ്യം നമ്മിൽ പ്രതിഫലിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1:6. എന്താ പറയുന്നത്? നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. അപ്പൊ നമ്മളെ ആരാക്കി തീർത്തു? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ വീണ്ടെടുത്ത് അവന്റെ മക്കളാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ആരായി? ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ പുരോഹിതന്മാരുമായി. ഇപ്പൊ രാജ്യമുണ്ടെങ്കിൽ ഒരു രാജാവുണ്ട്. ആ രാജാവാണ് ക്രിസ്തു. അപ്പൊ നാം രാജ്യമായി കഴിയുമ്പോൾ ഈ രാജ്യത്തിനകത്ത് ഭരിക്കാൻ ആരുണ്ട്? രാജാവുണ്ട്. ആ രാജാവ് ആരാണ്? നമ്മുടെ കർത്താവായ ക്രിസ്തു. അപ്പൊ ദൈവരാജ്യത്തിന്
രാജ്യം നമ്മിൽ എന്ത് ചെയ്യാണ്? പ്രതിഫലിക്കുകയാണ്. പിന്നെ നമ്മൾ എന്താണ്? കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഭരിക്കുകയാണ്. അതാണ് പിന്നെ ലോകം നമ്മളിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടെന്നാണ് ആ അധ്യായത്തിൽ പറയുന്നത്? നീതിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? നീതിയുണ്ട്, സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നു. ഇതൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ഇനി പരിശോധിക്കണം നമ്മുടെ ജീവിതത്തിൽ. നീതിയുണ്ടോ? സമാധാനം ഉണ്ടോ? മറ്റുള്ളവരുമായി സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? നമുക്ക് തന്നെ നമ്മളോടൊരു സമാധാനം ഉണ്ടോ? ഏതൊരു വിഷയത്തിനകത്തും സമാധാനമായി ഇടപെടാൻ കഴിയുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ഒരു സന്തോഷം നമുക്കുണ്ടോ? അതോ നമ്മൾ താടിക്ക് കയ്യും കൊടുത്ത് എങ്ങനാണ് എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നവരാണോ? അപ്പോ ദൈവരാജ്യം നമ്മളിൽ പ്രതിഫലിക്കണം. അങ്ങനെയാണെങ്കിൽ രാജ്യത്തിന്റെ അവസ്ഥ നമ്മുടെ മേൽ വരണം. അപ്പോൾ സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നു. കുറച്ചായിട്ടല്ല, പിന്നെ എങ്ങനായിട്ടാണ്? നിറഞ്ഞു നിൽക്കുന്നു. സഭയാ മണവാട്ടിയുടെ പ്രധാന സവിശേഷതയാണത്.